നമസ്തേ. കൊടകര ഗേൾസ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന തേക്കൂട്ട് രാജിമകൾ കൃഷ്ണ 2 കിഡ്നിയും പ്രവർത്തനരഹിതമായി ഡയാലിസിസ് നടത്തിക്കൊണ്ട് ചികിത്സയിലാണ്. എൻ്റെ വാർഡിലാണ് തെക്കൂട്ട് രാജിമകൾ കൃഷ്ണ. ഏകദേശം 4 വർഷത്തോളമായി 2 കിഡ്നിയും ഫെയിലറായിട്ട് ചികിത്സയിലാണ്. അന്നേ തുടങ്ങി തന്നെ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ചേർന്നിരിക്കുന്നു. ഈ കുട്ടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിലാണ് തുടങ്ങിയത്. അതിനുശേഷം അമൃത ആശുപത്രിയിലാണ് കൊണ്ട് കാണിച്ചിരിക്കുന്നത്. ഡയാലിസിസ് ഇപ്പോൾ 2 വർഷത്തോളം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് തന്നെ ഇപ്പോൾ തന്നെ ഒരു ഡയാലിസിസ് കഴിഞ്ഞ് വന്നിരിക്കുന്ന കുട്ടിയാണ്. ഓരോ പോക്കിനും 1-2 പോകുമ്പോൾ തന്നെ നല്ലൊരു പൈസയാണ് അവർക്ക് ഇതിന് ചിലവാകുന്നത്. അമൃത ആശുപത്രിയിൽ കിഡ്നി മാറ്റിവെക്കുവാൻ ഏകദേശം 35 ലക്ഷം രൂപ ചിലവ് വരുമെന്ന് പറയുന്നു. അമ്മയുടെയും പിതാവിൻ്റെയും കിഡ്നികൾ കുട്ടിക്ക് ചേരുകയില്ല. ഈ വാർഡിലെ തന്നെ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള വർഗീസ് കളത്തിങ്കൽ, അദ്ദേഹം ഓരോ ഡയാലിസിസിന് പോകുമ്പോഴും 5000 രൂപ വെച്ച് ഈ കുട്ടിയുടെ സഹായനിധിയിലേക്ക് കൊടുത്തിട്ടാണ് ഇന്ന് ഈ ഡയാലിസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന കുടുംബമായതിനാൽ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വാർഡ് മെമ്പറുടെയും മറ്റ് നാട്ടുകാരുടെയും സഹകരണത്തിൽ കൃഷ്ണ സഹായനിധി വട്ടേക്കാട് രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡയാലിസിസിൻ്റെ സമയം അവസാനിക്കാറായെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തായാലും ചികിത്സയ്ക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ട് 10-30 ലക്ഷം രൂപയോളം ചിലവുണ്ട്. അപ്പോൾ ഇവരുടെ അവസ്ഥ അത്ര വളരെ മോശമാണ്. അപ്പോൾ നല്ലൊരു കുട്ടിയാണ്, നല്ല മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിയാണ്. നല്ലോണം ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ചിത്രം വരയ്ക്കാനും അങ്ങനെ എല്ലാത്തിനുള്ള നല്ലൊരു കഴിവുള്ളൊരു കൊച്ചുകുട്ടിയാണ് അവള്. സേവന സന്നദ്ധരായ സുമനസുകളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങിയ അക്കൗണ്ടിലേക്ക് സംഭാവനകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. സഹായിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സംഭാവനകൾ അയയ്ക്കുക. കൊടകര സ്കൂളിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മകൾക്ക് പഠിക്കുവാനും നല്ല ആഗ്രഹമുണ്ട്. സാമ്പത്തികമായിട്ട് വളരെ പരാധീനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടിക്ക്, ഇവരുടെ വീട്ടുകാർക്ക് നമ്മളുടെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായി സാമ്പത്തിക സഹായങ്ങൾ നൽകി അവരെ സഹായിക്കുകയും ചെയ്യാം. എൻ്റെ മകളാണ് കൃഷ്ണ എന്നാണ് പേര്. ഇതിപ്പോൾ അവൾക്ക് 4 കൊല്ലമായി ഇപ്പോൾ ചികിത്സ തുടങ്ങിയിട്ട്. ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. എൻ്റെ മോനാണെങ്കിൽ പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല. കാശുമില്ല, കാര്യങ്ങളും ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ചെറിയ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇത്രനാളും എല്ലാവരുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത്രനാളും നടന്നു പോകുന്നത്. ലോണും കാര്യങ്ങളും എടുത്താണ് വീട് പണിതേക്കുന്നത്. ഇപ്പോൾ അവൾക്ക് ഡയാലിസിസ് ചെയ്യാൻ തന്നെ പറ്റണില്ല. 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും പ്രഷർ താഴ്ന്നു പോവുകയാണ്. വേഗം തന്നെ മാറ്റിവെക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. അത് കാരണം വേഗം എല്ലാവരും ഞങ്ങളെ സഹായിക്കുന്നു. കൃഷ്ണ സഹായനിധിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.